അടുത്തൊരു ചോദ്യമാണ്, മെൻഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ മെൻഷൻ ചെയ്യുക. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രെയിമിംഗ് ടൈം ടേബിൾ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ എന്തൊക്കെയാണെന്നും പ്രിൻസിപ്പിൾ എന്താണെന്നും ടൈം ടേബിളിലെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും. ഫസ്റ്റ്, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. പ്രധാനമായിട്ട് 5 ടൈപ്സ് ഓഫ് ടൈം ടേബിളാണ് നമുക്കുള്ളത്. ഓക്കെ, ഒന്ന് റെഗുലർ ടൈം ടേബിൾ. ഡെയിലി ഷെഡ്യൂൾഡ് ഫോർ പീരീഡ്സ് ഫോർ ഓൾ ക്ലാസ്സസ്. എല്ലാ ദിവസത്തെയും ക്ലാസ്സസിന് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകളിലും ഡെയിലി ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന റെഗുലർ ടൈം ടേബിളാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ട്, ടീച്ചർ വൈസ് ടൈം ടേബിൾ. അതായത് ഇവിടെ ടീച്ചർ വൈസ് ടൈം ടേബിൾ പേര് തന്നെ ഉണ്ട്, അധ്യാപകർക്ക് വേണ്ടിയിട്ട്. ഷോസ് വർക്ക് ലോഡ് ആൻഡ് പീരീഡ്സ് ഓഫ് ഈച്ച് ടീച്ചർ. ഓരോ അധ്യാപകരുടെയും വർക്ക് ലോഡും അതോടൊപ്പം തന്നെ പീരീഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്ന ടീച്ചർ വൈസ് ടൈം ടേബിൾ ഉണ്ട്. അടുത്ത ക്ലാസ് വൈസ് ടൈം ടേബിളാണ് പറയുന്നത്. ക്ലാസ് വൈസ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം ടേബിൾ പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസ് വൈസ് ടൈം ടേബിൾ കാണും. അത് ഗെയിംസ് ഓർ ആക്ടിവിറ്റി ടൈം ടേബിളാണ്. ഇവിടെ അലോക്കേറ്റ്സ് പീരീഡ്സ് ഫോർ സ്പോർട്സ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റി. ഇവിടെ എന്തിനൊക്കെ ആയിരിക്കും, പീരീഡ്സ് ഫോർ സ്പോർട്സിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഉള്ള ടൈം ടേബിളാണ് ഗെയിംസ് ഓർ ആക്ടിവിറ്റി ടൈം ടേബിൾ എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ ടൈം ടേബിൾ പ്രിപ്പയർഡ് ഫോർ എക്സാമിനേഷൻ, ഹാഫ് ഡേയ്സ്, സെലിബ്രേഷൻസ്, ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൈം ടേബിൾ. ഇങ്ങനെ 5 ആയിട്ടിരിക്കും. അതേപോലെ തന്നെ ഒരു ഇതും കൂടെ ഉണ്ട്, ഞാൻ വേറെ വായിച്ചിട്ട് മാസ്റ്റർ ടൈം ടേബിൾ. അതായത് ഒരു സ്കൂളിൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് ഒരു അക്കാദമിക് ഇയറിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇൻക്ലൂഡ് ചെയ്ത ഒരു ടൈം ടേബിളാണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം സ്കൂളുകളിലെല്ലാം ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, ഓഫീസ് റൂമിൽ ഉറപ്പായിട്ട് ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഒട്ടിച്ചിരിക്കും. ആ ടൈം ടേബിളിൽ അനുസരിച്ചായിരിക്കും അവിടുത്തെ ആ സ്കൂളിലെ അക്കാദമിക് ഇയറിലെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഈ ഓരോ അധ്യാപകർക്കും ഇപ്പോൾ ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ മാസ്റ്റർ ടൈം ടേബിൾ വഴി. അപ്പം മാസ്റ്റർ ടൈം ടേബിൾ, റെഗുലർ ടൈം ടേബിൾ, ടീച്ചർ വൈസ് ടൈം ടേബിൾ, ക്ലാസ് വൈസ് ടൈം ടേബിൾ, ഗെയിംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ടൈം ടേബിൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ ടൈം ടേബിൾ. ഇപ്പം ഈ 6 ടൈം ടേബിൾ പഠിക്കാം. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ്, ടൈം ടേബിളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, അതും നമുക്ക് ഒരു 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് പഠിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, JVFLAF. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ഇത് പഠിക്കാം. ജസ്റ്റിസ്, നീതി. ഓക്കെ, നീതിക്കായുള്ള തത്വം. ഈക്വൽ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അമംഗ് ടീച്ചേഴ്സ്. അതായത് നമുക്കറിയാം, ഒരു സ്കൂളിൽ ഒന്നോ അല്ലെങ്കിൽ കുറച്ചധികം ടീച്ചർമാർ മാത്രം കിടന്ന് എല്ലാ കാര്യങ്ങളിലും ചാവുന്നത് ശരിയല്ല, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യമാണ്. അപ്പം ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, മേക്ക് ചെയ്യുമ്പം ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റിസ്, അതായത് നീതിക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. അടുത്ത് വെറൈറ്റി, പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി. നമുക്കറിയാം, സബ്ജക്റ്റുകൾ ഒരു ക്ലാസ് ടൈം ടേബിൾ കൊടുക്കുമ്പോൾ അതിൽ ഡിഫിക്കൽട്ടായുള്ള സബ്ജക്റ്റും കാണും, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും കാണും, അല്ലേ? മാത്സ് പോലുള്ള, അല്ലെങ്കിൽ മാത്സ്, അതേപോലെ എന്താ പറയുക, സയൻസ് സബ്ജക്റ്റുകൾ, കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനെയൊക്കെ പോലുള്ള കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടായുള്ള സബ്ജക്റ്റുകൾ കാണും. അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ മലയാളം, അതേപോലെ ഇംഗ്ലീഷ്, പിന്നെ എന്താ പറയുക, സോഷ്യൽ സയൻസ് ഇച്ചിരി ബോറാണെങ്കിലും സോഷ്യൽ സയൻസ് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റിയുള്ള സബ്ജക്റ്റുകൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റുകളും നമുക്ക് പഠിക്കാൻ വളരെ ആയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആസ്വദിച്ച് പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റുകളാണ്. അപ്പം ഇതിൻ്റെ ഒരു മിക്സിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ഇവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കണം. മോണോട്ടോമി ആയി പോകല് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം മാത്സ് പഠിച്ചു, എന്നിട്ട് അടുത്ത പീരീഡ് മാത്സ് ഇട്ടും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് വീണ്ടും മാത്സ് ഇടും, അങ്ങനെ ഇട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, വെറൈറ്റി വേണം, സബ്ജക്റ്റിലൊരു വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് വെൻ സ്റ്റുഡൻസ് ആർ ഫ്രഷ്. അതായത് എപ്പോഴും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ ഇടുമ്പോൾ കുട്ടികൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ടൈമിലായിരിക്കണം ഇടുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡ്, ഈ 2 പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രഷ് പീരീഡ് ആയിരിക്കും. പ്രത്യേകിച്ച് സെക്കൻഡ് പീരീഡിലൊക്കെ എന്ന് പറയുന്നത് കുട്ടികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ ചാൻസ് കൂടിയ സമയമാണ് സെക്കൻഡ് പീരീഡ്. അപ്പോൾ അതിലൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഡിഫിക്കൽട്ടായുള്ള സബ്ജക്റ്റുകൾ ഇടേണ്ടത്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ നീഡ്സ്. അതായത് ഷുഡ് സൂട്ട് ഫോർ ദ നീഡ് ഓഫ് സൊസൈറ്റി, സ്കൂൾ ആൻഡ് സൊസൈറ്റി. സ്കൂളിൻ്റെ സൊസൈറ്റിയുടെ ആവശ്യം, അവരുടെ നീഡിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ, ലോക്കൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആയിരിക്കണം എന്ത് ചെയ്യണം തത്വങ്ങൾ, ഈ ലോക്കൽ നീഡ്സ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്കൂളിൻ്റെ പരിസരത്തിനും സൊസൈറ്റി സമൂഹത്തിനും ഒക്കെ ഉൾപ്പെടുന്ന സൂട്ടായിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്തിട്ട്
ഈ ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ ഫ്രെയിം ചെയ്യേണ്ടത്. അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഷുഡ് അലോ മിറർ മൈനർ ചേഞ്ചസ് വെൻ റിക്വയർഡ്. അതായത് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. എപ്പോഴും ടൈം ടേബിൾ എന്ന് പറയുന്നത് റിജിഡ് ആവാനായിട്ട് പാടില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വരുത്താനുള്ള ഒരു ഇത് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഫാറ്റിഗ് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ നീഡ്സ് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി പറഞ്ഞു. അപ്പോൾ ഇതാണ് ടൈം ടേബിളിൻ്റെ ഫ്രെയിം ചെയ്യുമ്പോൾ ഉള്ള ടൈം ടേബിളിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിക്കണം. ഒരു കോഡ് എന്തെങ്കിലും ഉണ്ടാക്കി പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, JVFLF 2 F ഉണ്ട്, ഫ്ലെക്സിബിലിറ്റിയും ഫാറ്റിഗുമാണ് 2 F, ഒരു L ഉണ്ട്, ലോക്കൽ നീഡ്സ് ആണ്, വെറൈറ്റി V ഉണ്ട്, വെറൈറ്റിയാണ്, J ഉണ്ട്, ജസ്റ്റിസ് ആണ്. JVF JVFLF. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി പഠിക്കുക. അപ്പം ജസ്റ്റിസ്, വെറൈറ്റി, ഫാറ്റിഗ്, ലോക്കൽ നീഡ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി. ഇനി ടൈപ്സ് ഓഫ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഞാൻ പറഞ്ഞ മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ട്, റെഗുലർ ടൈം ടേബിൾ ഉണ്ട്, ടീച്ചേഴ്സ് ടൈം ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ ക്ലാസ് ടൈം ടേബിൾ ഉണ്ട്, ക്ലാസ് വൈസ് ടൈം ടേബിൾ ഉണ്ട്, ഗെയിംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ടൈം ടേബിൾ ഉണ്ട്, സ്പെഷ്യൽ ടൈം ടേബിൾ 6. അടുത്ത് ഡിഫൈൻ ഓൺട്രപ്രണർഷിപ്പ്, എക്സ്പ്ലെയിൻ ദ ഫേസസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. അതായത് ഡിഫൈൻ ഓൺട്രപ്രണർഷിപ്പ്, എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഫേസസ് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഓർഗനൈസിങ് റിസോഴ്സസ്, ടേക്കിംഗ് റിസ്ക് ആൻഡ് ക്രിയേറ്റിംഗ് വാല്യൂ. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഓർഗനൈസേഷൻ റിസോഴ്സസ്, ടേക്കിംഗ് റിസ്ക് ആൻഡ് ക്രിയേറ്റീവ് വാല്യൂ. ഇതൊരു പ്രോസസ്സാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബിസിനസ് ഐഡിയ എന്തെങ്കിലും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ അത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓർഗനൈസിങ് റിസോഴ്സസ് എന്തൊക്കെയാണ്, ടേക്കിംഗ് റിസ്ക് ഇവിടെ എടുക്കേണ്ടി വരും, ക്രിയേറ്റിംഗ് വാല്യൂസ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫേസസ് ആണ് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഫേസസ് ആണ് ഡിഫൈൻ ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയ ജനറേഷൻ. ഓക്കെ, ഒരു ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ദ ന്യൂ ഓപ്പർച്യൂണിറ്റി ഓർ ഇന്നോവേറ്റീവ് ഐഡിയ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ട്രെൻഡിങ് എന്നല്ല, ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമായിട്ടുള്ള സാധനം, ഒരു നീഡായിട്ടുള്ള സാധനം. ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്നത്, വെറൈറ്റി ഓഫ് ഫുഡ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു പുതിയൊരു എന്താ പറയുക വെറൈറ്റി സാധനം. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ഐഡിയ ജനറേഷനാണ്. ഓക്കെ, പുതിയൊരു ഓപ്പർച്യൂണിറ്റിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം. അടുത്ത രണ്ടാമത്, ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ഫുഡ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇത് തുടങ്ങുകയാണെങ്കിൽ ഫെസിബിലിറ്റി സ്റ്റഡിയാണ്. അതായത് ചെക്കിംഗ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അവൈലബിലിറ്റി. അതായത് നമുക്ക് എന്താ പറയുക, അവിടെ ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടുള്ള അവൈലബിലിറ്റി എങ്ങനെയാണ്, ഓക്കെ, അവിടെ ഇത് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മളെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി അത് ടെക്നിക്കലായിട്ടുള്ള ഫെസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തിയാണ്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്കിങ് ചെയ്യുന്നു, ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടുള്ള വിസിബിലിറ്റി ഉണ്ടാകുന്നു. അടുത്ത് ബിസിനസ് പ്ലാനിങ്, പ്രിപ്പയറിങ് പ്രോജക്റ്റ്, അതേപോലെ പ്രൊപ്പോസൽ, ഗോൾസ്, റിസോഴ്സസ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പ്രൊപ്പോസൽ, ഗോളും റിസോഴ്സസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വേണം, പ്രോജക്റ്റ് ഒരു പ്രോജക്റ്റ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നു, ഗോൾസ്, റിസോഴ്സസും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അത് ബിസിനസ് പ്ലാനിങ് ആണ് 3rd സ്റ്റെപ്പ്. 4th സ്റ്റെപ്പ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാതറിങ് ഫിനാൻസ്, മാൻ പവർ, മെഷീനറി, ഇതിൻ്റെയൊക്കെ ഒരു സംയോജനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിനാൻസ് വേണം അല്ലേ, ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ഫിനാൻസ് വേണം, മാൻ പവർ വേണം അല്ലേ, മാൻ പവർ ആവശ്യമാണ്, മെഷീനറിയുടെ ആവശ്യമുണ്ട്, ഓക്കെ, യന്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷനാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ബിസിനസ് ലോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. അവിടെ നമ്മൾ എന്താ പറയുക, ഒരു ബിസിനസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം.
ബിസിനസ് ലോഞ്ച് ചെയ്യണം. മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ, മാനേജിങ് ഡെയിലി ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷനാണ് പറയുന്നത്. വളരെ കാര്യക്ഷമമായി ഡെയിലി ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. മാർക്കറ്റിംഗ്, അടുത്ത് പ്രൊമോട്ടിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ടു കസ്റ്റംസ്, അത് ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിനായിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫൈയിങ് ഓർ സ്കെയിലിംഗ് ദ ബിസിനസ്, അതായത് എന്താ പറയുക, ഗ്രോത്തും അതേപോലെ തന്നെ എക്സ്പാൻഷനും, വളർച്ചയും അതേപോലെ തന്നെ എക്സ്പാൻഷനും നമ്മൾ അതിൻ്റെ ഡൈവേഴ്സിഫൈയിങ് ഓർ സ്കെയിലിംഗ് ദ ബിസിനസ്സിൻ്റെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അളക്കുന്നുണ്ട്. അടുത്ത ഇവാലുവേഷൻ, അസസ് സക്സസ് ആൻഡ് മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇവിടെ നമ്മൾ വാല്യുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, വിലയിരുത്തുകയാണ്. അതായത് നമ്മുടെ സക്സസ് എത്രമാത്രമുണ്ട്, നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള ഒരു ഇവാലുവേഷൻ ഫേസിലോട്ട് വരും. അടുത്ത് സസ്റ്റൈനബിലിറ്റി, എൻഷുറിങ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് ഭാവിയിലെ ആൾക്കാർക്കും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണോ, ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ റിസോഴ്സസിനെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ബേസിക്കായുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫേസസ് ഓഫ് ഓണർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഓണർപ്രണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണർപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഓർഗനൈസിങ് റിസോഴ്സസ്, ടേക്കിംഗ് റിസ്ക് ആൻഡ് ക്രിയേറ്റിംഗ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ടേക്കിംഗ് റിസ്ക് എടുക്കുന്നതും, ഓർഗനൈസിങ് റിസോഴ്സസും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഓണർപ്രണർഷിപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫേസസ് പറയാം. പ്രധാനമായിട്ട് 10 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക, ജനറേഷൻ ഓഫ് ഐഡിയ. എല്ലാവരും ഒരു ഓണർപ്രണർഷിപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യും. സെക്കൻഡ് വേണം അതിൻ്റെ ഫെസിബിലിറ്റി സ്റ്റഡി നടത്തും, അതായത് ഫിനാൻഷ്യൽ അവൈലബിലിറ്റിയും ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അടുത്ത് ബിസിനസ് പ്ലാനിങ് ചെയ്യുകയാണ്, അതിൻ്റെ ഗോൾസ്, റിസോഴ്സസ് അതൊക്കെ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. റിസോഴ്സ് മൊബിലൈസേഷൻ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, ഗ്യാതറിങ് ഫിനാൻസ് ഉണ്ടായിരിക്കണം, മാൻ പവർ ഉണ്ടായിരിക്കണം, മെഷീനറി വേണം. അപ്പോൾ അതിൻ്റെ ഒരു റിസോഴ്സ് മൊബിലൈസേഷൻ നടക്കുകയാണ്. അടുത്ത് ബിസിനസ് ലോഞ്ച് കിടക്കുകയാണ്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ബിസിനസ് നമ്മൾ തുടങ്ങുകയാണ്. അടുത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ, അതായത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം നമ്മൾ. പിന്നെ മാർക്കറ്റിങ്ങിലോട്ട് വരും. പിന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, നമ്മൾ പിന്നെ വാല്യൂഷൻ, സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഐഡിയ ജനറേഷൻ, ഫെസിബിലിറ്റി സ്റ്റഡി, ബിസിനസ് പ്ലാനിങ്, റിസോഴ്സ് മൊബിലൈസേഷൻ, ബിസിനസ് ലോഞ്ച്, മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ, മാർക്കറ്റിംഗ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, ഇവാലുവേഷൻ, സസ്റ്റൈനബിലിറ്റി. അടുത്ത് എക്സ്പ്ലെയിൻ എനി 2 ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഏതെങ്കിലും 2 ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൗ വിൽ വി പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റീസും മെലൈറ്റിയസ് എന്ന് പറയുന്ന ഇതുണ്ട്. ഡയബറ്റീസ് എന്ന് പറയുമ്പം കോസ്ഡ് ബൈ സെഡൻറ്ററി ഹാബിറ്റ്സ്, ഒബിസിറ്റി, പൂർ ഡയറ്റ്, ഇതൊക്കെ കൊണ്ടുവരുന്നതാണ്. ഹൈ ബ്ലഡ് ഷുഗറാണ് ഈ പറയുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് അമിതമായിട്ട് പഞ്ചസാര നമ്മുടെ ഉള്ളിൽ എന്താ പറയുക എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. പൂറായിട്ടുള്ള ഡയറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് ജങ്ക് ഫുഡൊക്കെ ധാരാളം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. കോസ്ഡ് ബൈ സ്ട്രെസ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഹൈ സാൾട്ട് ഇൻടേക്ക് ലീഡ്സ് ടു ഹൈ ബ്ലഡ് പ്രഷർ. ഇതൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ ഇത് രണ്ടും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ഒരു 30 മിനിറ്റെങ്കിലും ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസിൽ ഏർപ്പെടുക. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ നമ്മൾ ഏർപ്പെടുക. അതായത് ജങ്ക് ഫുഡും ഷുഗർ, അത് അമിതമായിട്ടുള്ള എക്സസിങ് സാൾട്ട് തുടങ്ങിയവയൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക. സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ, മെഡിറ്റേഷൻ, റിലാക്സേഷൻ വഴി സ്ട്രെസ് മാനേജ് ചെയ്യുക. അവോയ്ഡിങ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, ഇതൊക്കെ നമ്മുടെ ഹാർട്ടിനെ അതേപോലെ തന്നെ മെറ്റാബോളിസം ഡിസീസൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാരണമാകും. അത് മെയിൻറ്റെയിൻ ഹെൽത്തി ബോഡി വെയ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ബോഡി വെയ്റ്റ്, കൂടുതൽ ബോഡി വെയ്റ്റ് ഉണ്ടാകും പ്രശ്നമാണ്, കുറവുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ നടത്തുക. അതുവഴിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹൈപ്പർ
ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഗുലർ ഫിസിക്കൽ എക്സസൈസ്, ബാലൻസിങ് ഡയറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, മെയിൻറ്റെയിൻ ഹെൽത്ത്, ബോഡി വെയ്റ്റ്, റെഗുലർ മെഡിക്കൽ ചെക്കപ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ഓട്ടോക്രാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓട്ടോക്രാറ്റിക്കും അതേപോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് ചോദിക്കുന്നത്. ഇതിൽ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അത് തമ്മിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ 2 types ഓഫ് ലീഡർഷിപ്പ്. 2 തരത്തിലുള്ള ലീഡർഷിപ്പാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഡർ ആയിരിക്കും അവിടെ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. ലീഡർ ടേക്സ് ഓൾ ഡിസിഷൻസ്. ഇവിടെ ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ HM ആയിരിക്കും അതിൽ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക്കായി മാത്രം നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡിസിഷൻ മേക്കിംഗ് അയാൾ മാത്രം എടുക്കുകയാണ്. വേറെ ആരും കൺസിഡർ ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ അയാൾ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് എന്ന് പറയാം. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ മാത്രം നിലനിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു, ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ HM ഉടനെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കും. ഓക്കെ, അതിന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ലീഡർ സെൻറ്റേർഡ് ആണ്. അടുത്ത് നോ എംപ്ലോയ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഒരു പാർട്ടിസിപ്പേഷൻ ഇവിടെ ഇല്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ആയിരിക്കും ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ഇവിടെ ഉള്ളത്. അടുത്ത അതേപോലെ ലോ മോറൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർ സെൻറ്റേർഡ് ആണ്. അതേപോലെ തന്നെ നോ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളാണ്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ലോ മോറൽ ആയിരിക്കും. ഇവിടെ ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വളരെ പെട്ടെന്നുള്ള ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് സെൻറ്റേർഡ് ആണ്. കൂടുതലും അധ്യാപകർ മീൻസ് HM കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒന്നാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് ഇൻവോൾവ്സ് ടീം ഇൻ ഡിസിഷൻ. ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് അവർ സ്റ്റാഫ് കൗൺസിലിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഹൈ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. അതേപോലെ ഒപ്പീനിയൻ ഓഫ് മെമ്പേഴ്സ് ആർ വാല്യൂഡ്. ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂഡ് ഉള്ള. ഷെയർ റെസ്പോൺസിബിലിറ്റി. ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവരിലോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീം വർക്കായിട്ട് പറയാം. പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളായിരിക്കും. അത് മോട്ടിവേഷനും അത് ക്രിയേറ്റിവിറ്റിയൊക്കെ ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ ബെറ്റർ ലോങ് ടേം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പീപ്പിൾ വിൽ ഓണർഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഓണർഷിപ്പും ആൾക്കാരുടെ ഇടയിൽ വളർത്തിയെടുക്കാം. ഇതാണ് ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പും ഡെമോക്രാറ്റിക് ലീഡർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. മറ്റേവിടെ ലീഡർ സെൻറ്റേർഡ് ആണെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് സെൻറ്റേർഡ് ആണ്. അവിടെ നോ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, പക്ഷേ ഇവിടെ ഹൈ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സ്ട്രിക്റ്റ് കൺട്രോൾ ആണെങ്കിൽ ഇവിടെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ എന്താണ് റെസ്പോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ബെറ്റർ ലോങ് ടൈം ആണെങ്കിൽ അവിടെ ലോ മോറലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് ലീഡർഷിപ്പ് സ്റ്റൈൽ. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇത് എന്താണ് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് അത് നോക്കാം. ക്രിയേറ്റ്സ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എമോങ് ലേണേഴ്സ്. അതായത് സസ്റ്റൈനബിൾ എഡ്യൂക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ക്രിയേറ്റ്സ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എമോങ് ലേണേഴ്സ്. അതായത് കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ പഠിതാക്കൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു എൻവയോൺമെൻറ്റൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊമോട്ട് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് വിത്ത് എക്കോ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് എക്കോ ഫ്രണ്ട്ലി അതായത് പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുക. റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ് റെസ്പോൺസ് ചെയ്യുക. എൻകറേജസ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുക, കൺസർവ് ചെയ്യുക. ടീച്ചർ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. ലൈക്ക് വേസ്റ്റ് റെഡ്യൂസ് ആൻഡ് റീസൈക്ലിംഗ്. എന്താ പറയുക, സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. ലൈക്ക് വേസ്റ്റ് റെഡ്യൂസ് റീസൈക്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബിൽഡ് ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് ആൻഡ് അഡാപ്റ്റഡ് സ്കിൽസ്. ക്ലൈമറ്റ് ചേഞ്ചും അതേപോലെ അതിൻ്റെ അവയർനെസ്സൊക്കെ പറ്റി
ഡെവലപ്സ് പ്രോബ്ലം സോൾവിങ് ടേക്കിംഗ്, അതായത് പ്രോബ്ലം സോൾവിങ് അതിനെപ്പറ്റി അത് ഡെവലപ്പ് ചെയ്യുക. സപ്പോർട്ട്സ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഇത് ചെയ്യുക. പ്രൊമോട്ട് സോഷ്യൽ ഇക്വാലിറ്റി, എൻകറേജ് ഗ്ലോബൽ കോഓപ്പറേഷൻ, എൻഷുർ ഫ്യൂച്ചർ ജനറേഷൻ വെൽബീങ്, പ്രൊട്ടക്റ്റിംഗ് എ പ്ലാൻ. അപ്പോൾ ഇത്രയാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എഡ്യൂക്കേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ക്രിയേറ്റ്സ് എൻവയോൺമെൻറ്റൽ അവയർനെസ്, ഒരു എൻവയോൺമെൻറ്റൽ അവയർനെസ്, പ്രൊമോട്ട് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്, എൻകറേജ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ടീച്ചേഴ്സ് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ, ബിൽഡ് ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ്, ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, സപ്പോർട്ട് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, പ്രൊമോട്ട് സോഷ്യൽ ഇക്വാലിറ്റി, എൻകറേജ് ഗ്ലോബൽ കോഓപ്പറേഷൻ, എൻഷുർ ഫ്യൂച്ചർ ജനറേഷൻ വെൽബീങ്. അടുത്ത് ഹൗ വിൽ യു ഡെവലപ്പ് റൈറ്റ് ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഫോർ ഹെൽത്തി ലിവിങ്. ഓക്കെ, എന്തൊക്കെ ഹാബിറ്റ്സാണ്, ശരിയായിട്ടുള്ള ഹാബിറ്റുകളാണ് നിങ്ങൾ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടി ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. മെത്തേഡ് ടു ഡെവലപ്പ് ഹെൽത്തി ഹാബിറ്റ്സിനുള്ള ആണ് പറയുന്നത്. മെയിൻറ്റെയിൻ ബാലൻസ്ഡ് ഡയറ്റ്. നിങ്ങളൊരു ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി ആകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ ബാലൻസ്ഡ് ഡയറ്റാണ്. അതായത് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അമിതമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. റെഗുലർ ഫിസിക്കൽ എക്സസൈസ് കീപ് ബോഡി ഫിറ്റ്. അതായത് ഒരു 30 മിനിറ്റെങ്കിലും മിനിമം ഒരു റെഗുലർ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അഡിക്വേറ്റ് സ്ലീപ്പ്, അതായത് മിതമായ അളവിൽ ഉറക്കം വേണം. 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും മിനിമം ഉറങ്ങുക. പേഴ്സണൽ ഹൈജീൻ ലൈക്ക് ബാത്തിങ് ആൻഡ് ഹാൻഡ് വാഷിങ്, കൈയും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ, കുളിച്ചിട്ട് വേണം എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ. ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ഹൈജീൻ പോകും. അടുത്ത മെൻ്റൽ റിലാക്സേഷൻ ത്രൂ യോഗ മെഡിറ്റേഷൻ വഴി മെൻ്റൽ റിലാക്സേഷൻ കൊണ്ടുവരിക. അവോയ്ഡ് ഹാംഫുൾ ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് വർക്ക് ലോഡ്. നമ്മൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രെസ്സും വർക്ക് ലോഡ് വരും. അപ്പോൾ ടൈം മാനേജ് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യുക. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഇമോഷണൽ ബാലൻസ്, നമുക്ക് പോസിറ്റീവ് തിങ്കിങ് വേണം, ഇമോഷണൽ ആയിട്ടുള്ള ബാലൻസും ഉണ്ടായിരിക്കണം. പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ ടു സ്റ്റേ ആക്റ്റീവ്. നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും സ്പോർട്സിലോ എന്തെങ്കിലും റീക്രിയേഷൻ ആക്ടിവിറ്റീസിലൊക്കെ. അപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അടുത്ത എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം കോൺസെപ്റ്റും ആൻഡ് മീനിങ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് ആൻഡ് മീനിങ്. മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എയിംസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എയിമിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്. ഇത് പ്ലാനിങ് കാണും, ആസൂത്രണം കാണും, ഓർഗനൈസേഷൻ കാണും, അതുപോലെ ഡയറക്റ്റിംഗ് കാണും ആൻഡ് കൺട്രോളിങ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സം ടോട്ടലാണ് ഈ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് എന്ന്. മാനേജ്മെൻറ്റിൽ ഒരു പ്ലാനിങ് കാണും, ഓർഗനൈസേഷൻ കാണും, ഡയറക്റ്റിംഗ് കാണും, കൺട്രോളിങ് കാണും. അടുത്ത് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഓൾ ലെവൽസ്. ഇവിടെ മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും ഉൾപ്പെടുന്ന ഒന്നാണ്. യൂട്ടിലൈസസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. അതേപോലെ തന്നെ ഈ റിസോഴ്സസ് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇവിടെ മാൻ പവർ, മണി, മെറ്റീരിയൽസ് എല്ലാം വരും ഈ പറഞ്ഞ റിസോഴ്സസിൽ. എൻഷുർ കോഓർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് എന്ത് ചെയ്യുക, ഒരു കോഓർഡിനേഷൻ ഉണ്ടാക്കുക. അത് ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസ്. ഒരു പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇൻവോൾവ്സ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ലീഡർഷിപ്പ് മോട്ടിവേഷൻ എന്ത് ചെയ്യുക, നടത്തുക. എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ദാറ്റ് നെവർ എൻഡ്സ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. യൂണിവേഴ്സൽ ഇൻ നാച്ചർ അപ്ലൈഡ് ഇൻ സ്കൂൾസ്, ബിസിനസ്, ഹോം. ഇവിടെ ആണെങ്കിൽ നമുക്കിത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. എൻഷുർ ഓർഗനൈസേഷൻ സക്സസ് ത്രൂ എഫക്റ്റീവ് ഫങ്ഷനിങ്. നമ്മളൊരു എഫക്റ്റീവായിട്ടുള്ള ഫങ്ഷനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു കോൺസെപ്റ്റ്, ഇത്രയും കോൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ മീനിങ് ആണ് വരുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ് മാനേജ്മെൻറ്റ്. ഇതൊരു പ്രോസസ്സാണ്. പ്രോസസ്സിൽ ഉൾപ്പെടുന്ന എന്തൊക്കെ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, PODC.
ഡിസിഷൻ മേക്കിംഗ് എല്ലാ ലെവലിലുണ്ട്. യൂട്ടിലൈസിങ് റിസോഴ്സസ് എല്ലാ മേഖലയിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് കോഓർഡിനേഷൻ ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി, ഇൻവോൾവ്സ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി, യൂണിവേഴ്സൽ ഇൻ നേച്ചർ, എൻഷുർ ഓർഗനൈസേഷൻ സക്സസ്. അടുത്ത് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്, പിന്നെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെ എഴുതിയാൽ മതി. പ്ലാനിങ് ആണ്. സെറ്റിംഗ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതായത് ഒരു മാനേജ്മെൻറ്റിന് ഉറപ്പായിട്ട് ഒരു പ്ലാനിങ് വേണം, ഒരു ആസൂത്രണം വേണം അല്ലേ. ഒരു സ്കൂൾ പ്രവർത്തിക്കണമെങ്കിൽ ആ സ്കൂള് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാനിങ് വേണം. സെക്കൻഡ് ഓർഗനൈസേഷൻ, അതായത് അതിലുള്ള റോൾസും അതേപോലെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെയൊക്കെ അലോക്കേറ്റ് ചെയ്യുക, ഓരോതിലോട്ട് ഒരു സംഘടന രൂപത്തിലോട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. അടുത്ത് സ്റ്റാഫിങ്, റിക്രൂട്ടിങ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. എന്ത് ചെയ്യുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഫിങ് ചെയ്യുന്നുണ്ട്. അടുത്ത് ഡയറക്റ്റിംഗ്, ഇവിടെ ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ, ഇതിലുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യുക അതേപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് കോഓർഡിനേറ്റിംഗ്, എൻഷുറിങ് ഹാർമണി അമോങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന് ഒരു കോഓർഡിനേഷനിൽ ചെയ്യേണ്ടതാണ്. അടുത്ത് കൺട്രോളിങ്, വാല്യൂറ്റിംഗ് പെർഫോമൻസ് ഓരോ സമയം എന്ത് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, നിയന്ത്രണങ്ങൾ കൺട്രോളിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും, പെർഫോമൻസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും എന്തെങ്കിലും തെറ്റണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം, കൺട്രോളിങ് ചെയ്യണം. അടുത്ത് ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം. ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിൽ. അടുത്ത് സൂപ്പർവിഷൻ, നമുക്കറിയാം ഇവിടെ മോണിറ്ററിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇവിടെ ഒരു മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ടീച്ചർമാരെയും ടീച്ചിങ് പ്രോസസ്സിനെ അതോടൊപ്പം തന്നെ ലേണിംഗ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്. അത് ഡിസിഷൻ മേക്കിംഗ്, സോൾവ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഷെയർ ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി, വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക നമ്മുടെ ഐഡിയാസ്, ഇപ്പം ഇൻഫർമേഷൻസ്. ഇതന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന്. പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോഓർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്, ബഡ്ജറ്റിംഗ്, സൂപ്പർവിഷൻ, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾസ്. നമ്മളിപ്പം ടൈം ടേബിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു, മേളിൽ നമ്മൾ 2 ടൈം ടേബിൾസ് കുറച്ച് ടൈം ടേബിൾസ് പഠിച്ചായിരുന്നു, ലഞ്ച് ടൈം ടേബിളോളം പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ടൈം ടേബിളിൽ നമ്മൾ റെഗുലർ ടൈം ടേബിൾ വൈസ് വരുന്നത്, ക്ലാസ് വൈസ് ടൈം ടേബിൾ ഉണ്ട്, നമ്മളവിടെ പഠിച്ചാണ്. ക്ലാസ് വൈസ് ടൈം ടേബിൾ ഉണ്ട്, ടീച്ചർ വൈസ് ടൈം ടേബിൾ ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണം, ഒരു പുതിയൊരു ഇതും കൂടെ കിട്ടി, സബ്ജക്റ്റ് വൈസ് ടൈം ടേബിൾ. ആക്ടിവിറ്റി ടൈം ടേബിൾ, നമ്മളവിടെ ഗെയിമും ആക്ടിവിറ്റിക്കും കൂടെ ഒന്നായിരുന്നു കൊടുത്തത്. ഇവിടെ ആക്ടിവിറ്റി ടൈം ടേബിൾ ഉണ്ട്, അതേപോലെ ഗെയിം ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടൈം ടേബിൾ ഉണ്ട് കേട്ടോ. അത് എക്സാമിനേഷൻ ടൈം ടേബിൾ ഉണ്ട്, ഹാഫ് ഡേ ടൈം ടേബിൾ ഉണ്ട്, നമ്മൾ സ്പെഷ്യൽ ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിരുന്നു. സ്പെഷ്യൽ ടൈം ടേബിൾ ഫോർ ഫങ്ഷൻസ് ഓർ ഈവൻറ്റ്സ്, റൊട്ടേഷൻ ടൈം ടേബിൾ ഫോർ ലബോറട്ടറീസ് ആൻഡ് പീരീഡ്സ്. ഇത് ഇത്രയാണ് റെഗുലർ ടൈം ടേബിൾ ഉൾപ്പെടുന്നത്. പിന്നെ നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക, ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ടൈം ടേബിൾ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി, കിട്ടും. ക്ലാസ് വൈസ് ടൈം ടേബിൾ, ടീച്ചർ വൈസ് ടൈം ടേബിൾ, സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ടൈം ടേബിൾ ഉണ്ട്, ഗെയിംസ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടൈം ടേബിൾ, എക്സാമിനേഷൻ ടൈം ടേബിൾ, ഹാഫ് ഡേ ടൈം ടേബിൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈം ടേബിൾ തന്നെ ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസ്, ഈവൻറ്റ്സ് അങ്ങനെയുള്ള ദിവസങ്ങൾ ഹാഫ് ഡേ ആയിട്ടുള്ള ടൈം ടേബിൾ ഉൾപ്പെടും, റൊട്ടേഷൻ ടൈം ടേബിൾ, പിന്നെ മാസ്റ്റർ ടൈം ടേബിൾ. അടുത്ത ഡിഫറൻഷിയേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് മൂവ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് അറ്റൻഡൻസ് രജിസ്റ്റർ. എന്താണ് ഡിഫറൻഷിയേറ്റ് ഫങ്ഷൻസ് ഓഫ് മൂവ്മെൻറ്റ് രജിസ്റ്ററും അതേപോലെ അറ്റൻഡൻസ് രജിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് എന്താണ് മൂവ്മെൻറ്റ് രജിസ്റ്റർ നോക്കാം. റെക്കോർഡ്സ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഓർ ടീച്ചിങ് ലീവിങ് ക്ലാസ്, അതായത് ക്ലാസ്സിലുള്ള കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും മൂവ്മെൻറ്റ്സിനെ, ഓക്കെ, അവരുടെ മൂവ്മെൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഷോസ് റീസൺ ഫോർ ലീവിങ് ക്ലാസ്, ഇവിടെ ഒരു കുട്ടി ക്ലാസ്സിൽ ലീവ് ആവുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടി ക്ലാസ്സിൽ വരാത്തത്,
ലീവായത് എന്നുള്ള റീസൺ ഈ പറഞ്ഞ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടും. ഹെൽപ്സ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. അതേപോലെ തന്നെ എന്താ പറയുക, ഇത് ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. യൂസ്ഡ് ഡ്യൂറിങ് സ്കൂൾ ഹവേഴ്സ്. അതേപോലെ തന്നെ സ്കൂൾ ഹവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എൻഷുർ സേഫ്റ്റി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഈ പറയുന്ന മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് കുട്ടിയുടെയും അധ്യാപകരും എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകരുടെയും കാര്യങ്ങൾ കുട്ടികൾ അവർ ക്ലാസ്സിൽ വരാതിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കുട്ടി ക്ലാസ്സിൽ വരാത്ത കാര്യങ്ങൾ, അതേ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്കൂൾ അവേഴ്സിൽ ഉള്ള കാര്യങ്ങൾ, അതേപോലെ എൻഷുർ സേഫ്റ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ്. അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് റെക്കോർഡ് പേഴ്സണൽ ഓർ ആബ്സെൻസ് ഡെയിലി, പ്രസൻസ് ഓർ ആബ്സെൻസ്, അതായത് ആരൊക്കെ വന്നിട്ടില്ല എന്നുള്ളത് രേഖപ്പെടുത്തുന്നു. ഇതൊരു ലീഗൽ പ്രൂഫ് ഓഫ് സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ് ആണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ലീഗലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ്, ലീഗൽ പ്രൂഫാണ് സ്റ്റുഡൻസ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ പ്രൊമോഷൻ ആൻഡ് എക്സാമിനേഷൻ. ഇത് അതേപോലെ തന്നെ എക്സാമിനേഷനും അതേപോലെ തന്നെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ അറ്റൻഡൻസ് ആവശ്യമാണ്. ഹെൽപ്സ് ട്രാക്ക് പഞ്ച്വാലിറ്റി. നമ്മളെ പഞ്ച്വാലിറ്റി നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. മെയിൻ്റനൻസ് സ്കൂൾ അറ്റൻഡൻസ് സ്റ്റാറ്റിസ്റ്റിക്. സ്കൂൾ അറ്റൻഡൻസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്താണെന്നുള്ളതും അറ്റൻഡൻസ് രജിസ്റ്റർ എന്താണെന്നുള്ളത്. ഇത് ലീഗലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ആണ്. പ്രസൻറ്റ് ആബ്സെൻസും രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടികൾക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടും അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് സാലറിയിലുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഉള്ള പ്രൊമോഷൻ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പഞ്ച്വാലിറ്റി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുക. മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ എന്താണ് റീസൺ വരാത്തത്, എന്താണ് റെക്കോർഡ് മൂവ്മെൻറ്റ്, ഓരോ കുട്ടിയുടെയും അധ്യാപകൻ്റെയും മൂവ്മെൻറ്റ്സ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് നീഡഡ് ഫോർ ഹെഡ് മാസ്റ്റർ ഇൻ സ്കൂൾ. ഒരു ഹെഡ് മാസ്റ്ററിന് ഒരു സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് എ ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഒരു 10 പോയിന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് എബിലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഗൈഡിങ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എഫക്റ്റീവ്ലി. ഇവിടെ അധ്യാപകരെയും അതോടൊപ്പം തന്നെ കുട്ടികളെയും അനധ്യാപകരെയും ലീഡർഷിപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ടായിരിക്കണം, ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ടേക്സ് ടൈംലി ആൻഡ് കറക്റ്റ് ഡിസിഷൻസ്. വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എപ്പോഴും എന്തുണ്ടായിരിക്കണം, HM ഉണ്ടായിരിക്കണം. സ്കൂളിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ കാര്യക്ഷമമായിട്ടും വളരെ എന്താ പറയുക യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അദ്ദേഹത്തിനുണ്ട്. പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഇൻട്രാക്റ്റീവ് ക്ലിയർ ആയിട്ട് സ്റ്റാഫുകൾക്ക്, സ്റ്റുഡൻസിനും പാരൻസിനൊക്കെ മനസ്സിലാവണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും അയാളുടെ വാക്കിന് ഒരു വിലയും കൊടുക്കത്തില്ല. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെഡ് മാസ്റ്റർ. ഓക്കെ, അടുത്ത ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റ്ലി. ഒരു ഇൻറ്റഗ്രിറ്റി അതേപോലെ തന്നെ ഹോണസ്റ്റ്ലി, വിശ്വസ്തതയും അതേപോലെ തന്നെ ഒരു ഇൻറ്റഗ്രിറ്റി സംയോജനവും ഒക്കെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരിക്കണം. മെയിൻറ്റെയിൻ മോറൽ സ്റ്റാൻഡ്സ്. ഓക്കെ, അതായത് ഒരു മോറൽ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഒരു ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു സ്കൂളിൻ്റെ ആയിട്ട് അഭിമുഖീകരിച്ച് വരുമ്പോൾ അവിടെ ഒരു മോറലായിട്ടുള്ള സ്റ്റാൻഡ് ആയിരിക്കണം അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഒരു കാര്യമാണ്. അടുത്ത് വിഷണറി ഔട്ട്ലുക്ക്, അതായത് ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഫ്യൂച്ചറിലുള്ള സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി, അതിൻ്റെ ഗ്രോത്തിനെ പറ്റി, അതിൻ്റെ ഔട്ട്ലുക്കിനെ പറ്റി ഒരു വിഷണറി ആർക്കുണ്ടായിരിക്കണം, ഹെഡ് മാസ്റ്റർക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പം സ്കൂളിലുള്ള എല്ലാ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളും ഓപ്പറേഷൻസും അതൊക്കെ എല്ലാം മാനേജ് ചെയ്യുക എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ്. സത്യത്തിൽ പറഞ്ഞ ഹെഡ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് ബോധം ഉണ്ടായിരിക്കണം, സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അടുത്ത ഒരു എമ്പതി ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും കൺസേൺ ചെയ്യാനുള്ള ഒരു എമ്പതി ഉണ്ടായിരിക്കണം. എപ്പോഴും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നുള്ളൊരു സംസാരവും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. എമ്പതി ഉണ്ടായിരിക്കണം. അടുത്ത ഡിസിപ്ലിൻ എന്ന് പറയുമ്പം മെയിൻറ്റെയിൻസ് ഓർഡർ ആൻഡ് പഞ്ച്വാലിറ്റി ഇൻ സ്കൂളിൽ
അതേപോലെ തന്നെ എന്താ പറയുക ഓർഡർ പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും ആ ചലഞ്ചസിനും കോൺഫ്ലിക്റ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞ പോലെ ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ അടുത്ത മോട്ടിവേഷണൽ എബിലിറ്റി, ഇൻസ്പയർ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, അവരെല്ലാം ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ഇൻസ്പയർ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു എബിലിറ്റി ഈ പറഞ്ഞ ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഹെഡ് മാസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റീസ് ഉൾപ്പെടുന്നത്. അടുത്ത് എക്സ്പ്ലെയിൻ ഈഗോഗ്രാം ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ്. നമ്മൾ ഈഗോഗ്രാം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് നോക്കാം, ഈഗോഗ്രാം ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ അതിൻ്റെ എലമെൻറ്റ്സ് എന്താ, ഈഗോഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈഗോഗ്രാം എന്ന് പറയുന്നത് ഈഗോഗ്രാം ഈസ് എ ഡയഗ്രാം യൂസ്ഡ്. ഈഗോഗ്രാം എന്ന് പറയുന്ന ഡയഗ്രാം യൂസ്ഡ് ഇൻ ട്രാൻസാക്ഷണൽ അനാലിസിസ്. അത് ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈഗോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എനർജി ലെവൽ ഓഫ് ഡിഫറെൻറ്റ് ഈഗോ സ്റ്റാറ്റ്സ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈഗോ സ്റ്റാറ്റ്സ് കഴിക്കുന്ന ഒരു എനർജി ലെവലാണ് ഈ പറഞ്ഞ ഇത് കാണിക്കുന്നത്. ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഓൺസ് ബിഹേവിയറൽ പാറ്റേൺസ്. ഇത് എന്ത് ചെയ്യുന്നു, ബിഹേവിയറൽ പാറ്റേൺസിനെ കാണിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ സെൽഫ് അവെയർനെസ് ആൻഡ് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്. സെൽഫ് അവെയർനെസ്സും പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റും ഇവിടെ കാണിക്കുന്നു. ഹെൽപ്സ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്സ്. കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈഗോഗ്രാം, എന്താണ് കറക്റ്റ് ഈഗോഗ്രാം എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ നാം പഠിക്കണം. ഈഗോഗ്രാം എന്ന് പറയുന്നത് ഈഗോഗ്രാം ഈസ് എ ഡയഗ്രാം യൂസ് ഫോർ ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ്. ഇറ്റ് റെപ്രസെൻറ്റഡ്സ് ദ എനർജി ലെവൽ ഓഫ് ഡിഫറെൻറ്റ് ഈഗോ സ്റ്റാറ്റ്സ്. ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഓൺസ് ബിഹേവിയറൽ പാറ്റേൺ. ഓരോരുത്തരുടെ ബിഹേവിയർ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ സെൽഫ് അവെയർനെസ് ആൻഡ് പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്. പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് സെൽഫ് അവെയർനെസ്സും ഇത് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്സ്. കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് അല്ലേ ഇതിലൂടെ. അത് എലമെൻറ്റ്സ് ഓഫ് ഈഗോ സ്റ്റാറ്റ്സ് എന്താണെന്ന് നോക്കാം. എലമെൻറ്റ്സ് എന്നാൽ CP/NP/A, CP/NP/A, AC/FC. നമ്മളിതിൽ CP എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പാരൻറ്റിങ് എന്നാണ് പറയുന്നത്. റൂൾസ്, ഡിസിപ്ലിൻ, ജഡ്ജ്മെൻ്റ് ആണ് ക്രിട്ടിക്കൽ പാരൻറ്റിങ്ങിൽ ഉൾപ്പെടുന്ന ഈഗോ സ്റ്റാറ്റ്സിൽ. എലമെൻറ്റ്സ് ഓഫ് ഈഗോ സ്റ്റാറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് ക്രിട്ടിക്കൽ പാരൻറ്റ്. റൂൾസ്, ഡിസിപ്ലിൻ, ജഡ്ജ്മെൻറ്റ്സ്. NP എന്ന് പറയുന്നത് ന്യൂട്രിയൻറ്റ് പാരൻറ്റിങ്. ന്യൂട്രിയൻറ്റ് പാരൻറ്റിങ് കെയറിങ്, സപ്പോർട്ടേറ്റീവ് ആയിരിക്കും, പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ന്യൂട്രിയൻറ്റ് പാരൻറ്റിങ്. A അഡൾട്ട്, ലോജിക്കൽ റാഷണൽ തിങ്കിങ് ഉള്ള ആളായിരിക്കും. AC അഡാപ്റ്റഡ് ചൈൽഡ് ആയിരിക്കും, ഒബീഡിയൻ്റ് ആയിരിക്കും, ഡിപ്പെൻഡബിൾ ആയിരിക്കും, അഡ്ജസ്റ്റിംഗ് ബിഹേവിയറിലായിരിക്കും. അടുത്ത FC ഫ്രീ ചൈൽഡ്. ഫ്രീ ചൈൽഡ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസും ക്രിയേറ്റീവായിട്ടും പ്ലേഫുൾ ബിഹേവിയറിലായിരിക്കും. അപ്പോൾ ഇതിൽ ഈഗോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈഗോഗ്രാം എന്ന് പറയുന്നത് ഒരാളുടെ ഒന്ന് പാരൻറ്റിങ്ങിലുള്ള എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ട്രാൻസാക്ഷണൽ അനാലിസിസ് ആണ്. The energy level of different ego stats helps identify one's behavioral patterns, self-awareness and personal improvement. എന്തെങ്കിലും ആയിട്ട് നോക്കാം. CP എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാരൻറ്റിങ് ആണ്. അത് ചോദിക്കും CP/NP/A, AC/FC. CP ക്രിട്ടിക്കൽ പാരൻറ്റിങ്, റൂൾസ്, ഡിസിപ്ലിൻ, ജഡ്ജ്മെൻറ്റും. NP എന്ന് പറയുന്നത് ന്യൂട്രിയൻറ്റ് പാരൻറ്റിങ് ആണ്, കെയറിങ്, സപ്പോർട്ടിങ്, പ്രൊട്ടക്റ്റീവ് ആയിരിക്കും ഇവിടെ. A എന്ന് പറയുന്ന അഡൾട്ട്, ലോജിക്കൽ റാഷണൽ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണ്. AC എന്ന് പറയുന്നത് അഡാപ്റ്റഡ് ചൈൽഡാണ്, ഒബീഡിയൻ്റ് ആയിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അഡ്ജസ്റ്റിംഗ് ആയിരിക്കും, ബിഹേവിയറിലായിരിക്കും. FC എന്ന് പറയുന്ന ഫ്രീ ചൈൽഡാണ്, സ്പോണ്ടേനിയസ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, പ്ലേഫുൾ ആയിരിക്കും ബിഹേവിയറിൽ. ഓക്കെ, അടുത്തത് ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ടു പ്രൊവൈഡ് ലേണർ ഫ്രണ്ട്ലി ലേണിംഗ് എക്സ്പീരിയൻസ്. എക്സ്പ്ലെയിൻ. ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ടു പ്രൊവൈഡ് ലേണർ ഫ്രണ്ട്ലി ലേണിംഗ് എക്സ്പീരിയൻസ്. എക്സ്പ്ലെയിൻ. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലേണർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ അതിന് വേണ്ടി ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ പറ്റിയാണ് പറയുന്നത്. റോൾ ഓഫ് എ ടീച്ചർ ഇൻ പ്രൊവൈഡിങ് ലേണർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസസ്. നമുക്കറിയാം ചൈൽഡ് സെൻറ്റർ ആയിട്ടുള്ളൊരു പഠന രീതി ഉൾക്കൊള്ളുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ലേണർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അധ്യാപകനോട് കൈക്കൊണ്ടുവന്നുള്ളതാണ് അല്ലേ. നമുക്ക് നോക്കാം. ഒന്ന്, ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് ക്ലാസ് റൂം ക്ലൈമറ്റ്. ഓക്കെ, ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് ക്ലാസ് റൂം ക്ലൈമറ്റ്. സേഫ് ആൻഡ് വെൽക്കം എൻവയോൺമെൻറ്റ്. അവിടെ ക്രിയേറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് ആയിരിക്കും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, വളരെ സേഫായാണ്, വെൽക്കമിങ് ആയിട്ടുള്ളൊരു, എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. അടുത്ത് യൂസിങ് ചൈൽഡ് സെൻറ്റേഡ് മെത്തേഡ്. നമ്മൾ പറഞ്ഞ ചൈൽഡ് സെൻറ്റേഡ് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യും. ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ്. ഇവിടെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേണിംഗ് ഉണ്ടായിരിക്കും. പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഇവിടെ എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള, വൈവിധ്യങ്ങളായിട്ടുള്ള കുട്ടികളാണ് അല്ലേ. അങ്ങനെയുള്ളവരെ എന്താ പറയുക, ആ രീതിയിൽ കൺസേൺ ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നു. എൻകറേജിങ് ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നു. അലോവിങ് ചിൽഡ്രൻ ടു തിങ്ക് ആൻഡ് എക്സ്പ്ലോർ. എൻകറേജിങ് ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നു. യൂസിങ് മോഡേൺ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ICT ചാർട്ട്, അതേപോലെ തന്നെ മോഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലിയാണ്. മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് മോട്ടിവേഷൻ കൊടുക്കുക കുട്ടികൾക്ക്. അതൊരു നല്ലൊരു ലേണർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് ആണ് ടീച്ചർ. അത് പ്രൊമോട്ടിങ് കൊളാബറേഷൻ, ഗ്രൂപ്പ് വർക്ക് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. അവോയ്ഡിങ് ഫിയർ ആൻഡ് പ്രഷർ, സ്ട്രെസ് ഫ്രീ ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കുക. അടുത്ത് എൻഷറിങ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സപ്പോർട്ടിങ് സ്ലോ ലേണേഴ്സിനും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ സപ്പോർട്ട് കൊടുത്ത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻഷുർ ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ ലേണർ ഫ്രണ്ട്ലിയിൽ ഉൾപ്പെടും. പ്രൊവൈഡിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഹെൽപ്പ് സ്റ്റുഡൻസ് ഇംപ്രൂവ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക്, കുട്ടികളുടെ ഫീഡ്ബാക്കിനനുസൃതമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് ക്ലാസ് റൂം ക്ലൈമറ്റ്, യൂസിങ് ചൈൽഡ് സെൻറ്റർ, പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, എൻകറേജിങ് ക്രിയേറ്റിവിറ്റി, using modern teaching aids, motivating students, promoting collaboration, avoiding fear and pressure, ensuring inclusive education, providing constructive feedback. ഇതാണ് ഇത്രയാണ് ഈ പറഞ്ഞ എന്താ പറയുക ലേണർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് അധ്യാപനം വേണ്ട. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ മേജർ ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്പ് ഇൻ ലേണേഴ്സ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വഴി എങ്ങനെയാണ് ലേണേഴ്സിൽ ഇത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ വഴി എങ്ങനെയൊക്കെയാണ് ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽ വളരുന്നത് നമുക്ക് നോക്കാം. ഒന്ന് ക്രിയേറ്റിവിറ്റി. ഓക്കെ, വിദ്യാഭ്യാസം വഴി വളർന്നു വരുന്ന ഒരു സാധനമാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ജനറേറ്റ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും അല്ലേ, പുതിയ ആശയങ്ങൾ കിട്ടും, പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്, എഡ്യൂക്കേഷൻ വഴി കിട്ടുന്നതെന്ന്. അടുത്ത ഇന്നോവേഷൻസ്, ഈ പറഞ്ഞ ഡെവലപ്പിംഗ് ന്യൂ സൊല്യൂഷൻസ്. ഓക്കെ, പുതിയ സൊല്യൂഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇന്നോവേഷൻസ്. ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ചോയ്സസ്. വിദ്യാഭ്യാസം വഴി നമുക്ക് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. പ്രോബ്ലം സോൾവിങ്, ഹാൻഡ്ലിങ് ചലഞ്ചസ് എഫക്റ്റീവ്ലി. വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് മുമ്പ് വരുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, ടേക്കിംഗ് കാൽക്കുലേറ്റ് റിസ്ക്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ലീഡർഷിപ്പ്, ഗൈഡ് ആൻഡ് ഗ്രൂപ്പ് ആൻഡ് പ്രോജക്റ്റ്, നമുക്കൊരു ഗൈഡിങ് കൊടുക്കാൻ പറ്റും, ഗൈഡിങ് ഗ്രൂപ്പിനും അതേപോലെ തന്നെ പ്രോജക്റ്റിനൊക്കെ ഒരു ഗൈഡിങ് കൊടുക്കും. അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസൻറ്റിങ് ഐഡിയ ക്ലിയർ, നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഐഡിയ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. അതേപോലെ ടീം വർക്ക് കോഓപ്പറേറ്റീവ്ലി വിത്ത് അതേഴ്സ്, അതായത് നല്ലൊരു ടീം വർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ്, യൂസിങ് ടൈം എഫക്റ്റീവായിട്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത് ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യലായിട്ടുള്ള ബേസിക് ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ് ഒക്കെ വരും. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതിക്കോണം. ഓക്കെ, ഇതിവിടെ ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ വഴിയുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ലിറ്ററസി, ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, പഠിച്ചോണം. അടുത്ത എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് PTA. PTAയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് PTA നമുക്ക് നോക്കാം. PTA സ്ട്രെങ്തൻ പാരന്റ് ടീച്ചിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, സ്ട്രെങ്തൻ എൻ്റെ ഇമ്പോർട്ടൻസ്, പാരൻസും അതോടൊപ്പം തന്നെ അധ്യാപകനും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. അതാണ് PTAയുടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബിറ്റ്വീൻ ഹോം ആൻഡ് സ്കൂൾ,
വീടും സ്കൂളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. ഓക്കെ. ഡിസ്കസ് സ്റ്റുഡൻസ് അക്കാദമിക് പ്രോസസ്സ്, കുട്ടികളുടെ അക്കാദമിക് പ്രോസസ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സോൾവ്സ് ബിഹേവിയറൽ ആൻഡ് ലേണിംഗ് ഇഷ്യൂസ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയറൽ അതുപോലെ ലേണിംഗ് ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. അടുത്ത് പ്രൊമോട്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് പാരൻറ്റിങ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്, സ്കൂൾ ആക്ടിവിറ്റീസിൽ പാരൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ട്. എൻഷുവർ ബെറ്റർ ഡിസിപ്ലിൻ ഇൻ സ്കൂൾ, സ്കൂളിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. കാരണം പാരൻസിൻ്റെ ഇൻവോൾവ്സ് ഇവിടെ സ്കൂളിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ പെരുമാറാനും ഒരു ഡിസിപ്ലിനോട് ലൈഫ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു നാച്ചർ കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ത്രൂ കോഓപ്പറേഷൻ, ഇവിടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ കടന്നവരോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഓർഗനൈസ് ഇവൻറ്റ്സ് ലൈക്ക് സ്പോർട്സ്, കൾച്ചറൽ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സപ്പോർട്ട് സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, സ്കൂളിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിൽഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് PTA എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് PTA ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം, സ്ട്രെങ്തൻ parent and teacher relationship, improve communication skill, discuss through students academic process, solve behavioral and learning issues, promote participation of parents in school activities, ensure better discipline, improve teaching learning process, helps organize events, support school development programs, builds community involvement. Okay, list out and different clubs that can be constitute in schools and mention their functions. List out different clubs that can be constitute in schools and mention their functions. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലബ്സും അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് സ്കൂളിൽ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്കത് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് അല്പം വലുതായിപ്പോയി, എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരുന്നു.